കണക്ടിവിറ്റിയിൽ നിന്ന് ഇവിടെ വാഷിങ്ടൺ DC എത്തി. നമ്മളിഞ്ഞ് പോകുന്നത് ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രസിഡന്റ് നമ്മുടെ എയർഫോഴ്സ് 1 ഒക്കെ അവിടെ നിന്നാണ് യാത്ര പുറപ്പെടുക. അപ്പം ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു അമേരിക്കൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് ഉണ്ട്. ഇന്നത്തെ പ്ലാൻ പ്രകാരം നടക്കുകയാണെങ്കിൽ നമ്മൾ ചാൾസ്റ്റൺ, സൗത്ത് കരോലീന അവിടെ എത്തിപ്പെടുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുശേഷം അവിടെ നിന്ന് ജർമ്മനി. നമുക്ക് അറിയില്ല എവിടെ വരെ എത്താൻ പറ്റുന്നുള്ളത് നോക്കാം. DC-യിലത്തെ മെട്രോ ട്രെയിനാണ് കാണുന്നത്. മെട്രോ ട്രെയിൻ പോകുന്ന വാഷിങ്ടൺ DC-യിലെ മെട്രോ ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് തിരക്ക് കുറവാണ്. റിച്ച്മോണ്ട്, ബാൾട്ടിമോർ. അപ്പൊ നമ്മള് ഇവിടെ നിന്നാണ് ഒരു ഡൈവേർഷൻ വരുന്നത്. അലക്സാൻഡ്രിയ, അത് വെർജീനിയ എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. പിന്നെ വാഷിങ്ടൺ DC-യുടെ പ്രാന്തപ്രദേശങ്ങളും ബാൾട്ടിമോർ, മേരിലാൻഡ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള പല ഹൈവേകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിയുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം അമേരിക്കയുടെ ഭരണശീല കേന്ദ്രം വാഷിങ്ടൺ ഡുളസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ്, അമേരിക്കയുടെ എയർഫോഴ്സ് ബേസിന്റെ ഒരു ബേസിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞായറാഴ്ച കാരണം വാഹനങ്ങൾ കുറവാണ്. നല്ല പ്രസന്നമായ കാലാവസ്ഥ, അതിസുന്ദരമാണ്. ആകാശം നമുക്കറിയാം. അത് ഈ പ്രദേശത്തായിട്ടാണ് സംഭവിച്ചത്. എയർഫോഴ്സ് ബേസ് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ് ആണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1, പിന്നെ എല്ലാ സെക്രട്ടറിമാരുടെയും കാറുകളൊക്കെ ഇവിടെയാണ്. അല്ല, കാറുകളല്ല, ഫ്ലൈറ്റുകളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അവർ യാത്ര ചെയ്യുക.